പകിട്ടിലും മേളപ്പെരുമയിലും പൊലിമ തീർത്ത കൊടുങ്ങല്ലൂർ താലപ്പൊലി തുടരുന്നു. രണ്ടാം താലപ്പൊലിയും നയനാനന്ദകരമായിരുന്നു. 9 ആനകളോടെ കിഴക്കേ നടയിലെ ഗജമണ്ഡപത്തിലെത്തിയ എഴുന്നള്ളിപ്പ് കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. തെക്കേ നടയിലെ ശ്രീ കുരുമ്പമ്മയുടെ നടയിൽ നിന്ന് മച്ചാടി ജയറാം ഭഗവതിയുടെ സ്വർണ്ണക്കോലമേന്തി. ഇടവും വലവുമായി മറ്റ് 4 ഗജവീരന്മാരും ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങിയതോടെ ശ്രീ കുരുമ്പക്കാവിൽ രണ്ടാം താലപ്പൊലിയുടെ ആരവമുയർന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് മായന്നൂർ രാജു, പെരുവാരം മോഹനൻ മാരാർ, കലാമണ്ഡലം പ്രദീപ് എന്നിവരുടെ പഞ്ചവാദ്യം അകമ്പടിയായി. ശ്രീ കുരുമ്പമ്മയുടെ നടയിൽ നിന്ന് 9 ആനകളോടെയാണ് കിഴക്കേ നടയിലെ ഗജമണ്ഡപത്തിലെത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിന് അഭിമുഖമായി എഴുന്നള്ളിപ്പ് നിരക്കുകയും വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയും പരിവാരങ്ങളും ചേർന്ന് എഴുന്നള്ളിപ്പിനെ ക്ഷേത്രത്തിലേക്ക് എതിരേൽക്കുകയും ചെയ്തു. പാണ്ടിമേളത്തിന് തിരുവല്ല രാധാകൃഷ്ണൻ മാരാർ, കലാമണ്ഡലം രതീഷ്, ചേരനല്ലൂർ ഉണ്ണിക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. 3-ാം താലപ്പൊലി നാളായ ഇന്ന് കുരുമ്പമ്മയുടെ നടയിൽ ഗുരുതി പൂജയും രാത്രിയിൽ എടവിലങ്ങ് 18:30 കോവിലകത്തു നിന്ന് രാത്രി എഴുന്നള്ളിപ്പും നടക്കും. വർഷത്തിലൊരു ദിവസം മാത്രം കുരുമ്പമ്മയുടെ നടയിൽ നടക്കുന്ന ഗുരുതി പൂജ രാത്രി 9 മണിയോടെയാണ് നടക്കുക. സന്ധ്യയോടെ 18:30 കോവിലകത്തെത്തുന്ന അടികൾമാർ പത്മമിട്ട് കളമൊരുക്കി പൂജകൾ നടത്തിയാണ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. എഴുന്നള്ളിപ്പ് ലോകമലേശ്വരം ഉണ്ണിപ്പറമ്പത്തുപടിയിൽ എത്തുമ്പോൾ മേളം നിർത്തി കോലമിറക്കി പൂജ നടത്തും. ഉണ്ണിപ്പറമ്പത്തുപടി കടന്ന ശേഷം മേളത്തോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് പുലർച്ചെയോടെ ക്ഷേത്രത്തിലെത്തി സമാപിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.